ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ 13 പേർ പ്രതികൾ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു കേസിൽ പുതിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും അന്നത്തെ ഭരണസമിതിയിലെ അംഗങ്ങളും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘമായ എസ്.ഐ.ടി കേരള ഹൈക്കോടതിയെ അറിയിച്ചു. ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ആരൊക്കെയാണ് പ്രതികൾ? അന്വേഷണ സംഘം കണ്ടെത്തിയത് എന്താണ്? ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. ഈ വിവാദത്തിന്റെ തുടക്കം 2025-ലാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്വർണ്ണപ്പാളികൾ എന്തിനാണ് മാറ്റിയത്, അതിന്റെ ആവശ്യകത എന്തായിരുന്നു, നിയമനടപടികൾ പാലിച്ചിരുന്നോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. ഇതോടെയാണ് കേസിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നത്. അന്വേഷണത്തിനിടെ എസ്.ഐ.ടി നടത്തിയ പരിശോധനയിൽ 2019 നടന്ന സ്വർണം പൂശൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് സംഘം എത്തിയത്. അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവ്, ജോലിയുടെ ഗുണനിലവാരം, കരാർ നടപടികൾ, രേഖകളിലെ പൊരുത്തക്കേടുകൾ എന്നിവയിൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ 2023-ൽ ഈ ക്രമക്കേടുകൾ പുറത്തുവരാതിരിക്കാൻ ചിലർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയും നിരവധി ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട വ്യക്തികളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. നിലവിൽ ഈ കേസിൽ ആകെ 13 പേരാണ് പ്രതികളായിരിക്കുന്നത്. അവരിൽ പ്രധാനമായും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, ശബരിമല തന്ത്രി കണ്ഠരർ രാജീവർ, മുൻ ദേവസ്വം കമ്മീഷണർ റജിലാൽ, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരും ഉൾപ്പെടുന്നു. ഇവർക്ക് പുറമെ അന്നത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിലുണ്ട്. എന്നാൽ കേസിലെ കുറ്റാരോപണങ്ങൾ ഇപ്പോൾ അന്വേഷണഘട്ടത്തിലാണെന്നും അന്തിമ കുറ്റപത്രവും കോടതി വിചാരണയും പൂർത്തിയാകുന്നതുവരെ കുറ്റം നിയമപരമായി തെളിയപ്പെട്ടിട്ടില്ലെന്നും പ്രത്യേകം ഓർക്കേണ്ടതാണ്. കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി അന്വേഷണത്തിൽ അനാവശ്യ കാലതാമസം അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി എസ്.ഐ.ടിക്ക് നൽകിയ നിർദ്ദേശം. കേസിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജൂലൈ മാസത്തിൽ വീണ്ടും കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ അന്വേഷണം കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടെ ഈ കേസിന് രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 4 പ്രസിഡന്റുമാർ ചുമതലയേറ്റിരുന്നു. അതിൽ 3 പേർ വിവിധ സ്വർണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണവും നിയമനടപടികളും നേരിടുന്ന സാഹചര്യമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം അന്വേഷണം നിയമപരമായ രീതിയിൽ തുടരുകയാണെന്നും കോടതി അന്തിമമായി തീരുമാനിക്കുന്നതുവരെ ആരെയും കുറ്റക്കാരായി വിശേഷിപ്പിക്കാനാവില്ലെന്ന നിലപാടാണ് സർക്കാരും ബന്ധപ്പെട്ടവരും സ്വീകരിക്കുന്നത്. ഈ കേസിന്റെ തുടർനടപടികൾ ശബരിമലയുടെ ഭരണനടപടികളിലും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകളും തെളിവുകളും പുറത്തുവരുമോയെന്നതും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അന്തിമ കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കും കേസിന്റെ യഥാർത്ഥ നിയമപോരാട്ടം ആരംഭിക്കുക.